അതിനു വേണ്ടിയുള്ള എന്റെ പരിശ്രമം. ഇതൊക്കെ തന്നെയാ എന്നെ ഇവിടെ വരെ എത്തിച്ചത് രോഹിത്തെ. അവിടെ ഞാൻ വാറ്റുചാരായ ഒഴുക്കണമെന്ന് പറഞ്ഞാൽ ഒഴുക്കിയിരിക്കും. വ്യഭിചാരശാലയാക്കുമെന്ന് പറഞ്ഞാൽ അതും ഞാൻ ചെയ്യും. പകയുടെ പര്യായമാണ് സുസ്മിത. വെട്ടൊന്ന് മുറി 2. സത്യഭാമയെ തകർക്കൂന്ന് പറഞ്ഞു, തകർത്തു. ശാലിനിയെ വീഴ്ത്തുന്ന് പറഞ്ഞു, വീഴ്ത്തി. ഇനി ആര്? സുസ്മിതയുടെ ലിസ്റ്റിൽ കയറിക്കൂടാൻ ഭാഗ്യമുള്ള ആരായിനി ഉള്ളത്? രോഹിത്തെ, നീ എന്റെ കൂടെ നിന്നാ നിന്നെ ഞാൻ രാജാവാക്കാന്ന് പറഞ്ഞത് വെറും വാക്കല്ലേ. ഇത്രയൊക്കെ എത്തിക്കാമെങ്കിൽ എനിക്കതും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിന്റെ ഈ 2 വഞ്ചി കാല് ചവിട്ടിയുള്ള പരിപാടി ഉണ്ടല്ലോ, അതായത് എന്റെ ഒപ്പം നീ നിൽക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ നടത്തും. സത്യഭാമയുടെ വീടിന്റെ നാഥനായി അവിടുത്തെ രാജാവായി നിന്നെ ഞാൻ വാഴിക്കും. നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇപ്പൊ എനിക്ക് വാക്ക് തരണം. എന്താ, തയ്യാറല്ലേ? ഇനിയൊരു മടക്കം നിനക്ക് സാധ്യമാവൂ? കൊള്ളാം. പറയുന്നത് കാര്യങ്ങൾ നടത്തി ശീലമുള്ള സുസ്മിതയാണ്. അതുകൊണ്ട് രാജാവിന്റെ പടച്ചട്ട നീ ഒരെണ്ണം തയ്പ്പിച്ചോ. രോഹിത്തെ, ഇനി നീ തന്നെ അവിടുത്തെ രാജാവ്.